Hi everyone, welcome to once. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചറൽ അനാലിസിസിലെ മൊഡ്യൂൾ 4-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ചോദിക്കാവുന്നത് അല്ലെങ്കിൽ ഒരു എസ്സേ ആയിട്ട് അല്ലെങ്കിൽ ഒരു വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4-ൻ്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 4-ൻ്റെ സിലബസ്. അപ്പോൾ നമുക്ക് സിലബസ് നോക്കിയാൽ കാണാം. സിലബസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് പോർഷൻ is regarding arches. ഓക്കെ, ഒരു ആർച്ചിൻ്റെ എങ്ങനെ അനലൈസ് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർച്ചസ് എന്താണ്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, ബെൻഡിങ് മൊമെൻറ്റ്, റേഡിയൽ ഷിയർ അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ ഫസ്റ്റ് മോഡ്യൂൾ അല്ല, ഈ ഒരു മോഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ മെയിൻലി രണ്ട് ടൈപ്സ് ഓഫ് ആർച്ചസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 ഹിഞ്ച് ആയിട്ടുള്ള പരാബോളിക് ആർച്ചും 3 ഹിഞ്ച് ആയിട്ടുള്ള സർക്കുലർ ആർച്ചും. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിലുള്ളത്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൂവിങ് ലോഡ്സ്. മൂവിങ് ലോഡ്സ് വരുമ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കാവുന്നത്, എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വെച്ചിട്ട് പല പല പാരാമീറ്റേഴ്സ് പല പല കേസസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മോസ്റ്റ് പ്രോബബ്ലി ഒരു എസ്സേ ക്വസ്റ്റ്യൻ വിൽ ബി ഫ്രം ആർച്ചസ് ആൻഡ് അനദർ എസ്സേ ക്വസ്റ്റ്യൻ വിൽ ബി ഫ്രം ILD. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്സ് കമ്പയർ ചെയ്യുമ്പോൾ ആർച്ചാണ് കുറച്ചും കൂടി കുറവ് ടോപ്പിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ഒരു ബീം അനലൈസ് ചെയ്യുന്നത് പോലെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ആർച്ചാണ്. ILD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതും ഒരു ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളതും നമ്മൾ ഇച്ചിരി എന്താ പറയുക ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഏരിയയാണ് ILD എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ടൈപ്പ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആർച്ച് ആയിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ ആസ് കമ്പയർഡ് ടു ILD. ഓക്കെ, ILD പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ILD ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിലേക്ക് പോവാം. നമ്മൾ ജസ്റ്റ് ആദ്യം കുറച്ച് ബേസിക് ഡെഫിനിഷൻസ്, ബേസിക് കാര്യങ്ങളൊക്കെയാണ് ആർച്ചിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ആദ്യം നമ്മൾ ആർച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ആർച്ചിന് ചോദിക്കാവുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ആർച്ചിന് ചോദിക്കാവുന്ന എസ്സേ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നെക്സ്റ്റ് പാർട്ടിലായിരിക്കും നമ്മൾ ILDനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആർച്ചിൻ്റെ കേസിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ആൻ ആർച്ച്, എന്താണ് ഒരു ആർച്ച്? ഓക്കെ, ഇതുപോലെയുള്ള ഒരു കേർവ്ഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു ലോഡ് ക്യാരിങ് മെമ്പറിനെയാണ് നമ്മൾ ആർച്ച് എന്ന് വിളിക്കുന്നത്. And it is a structure constructed mainly using wedge shape materials. Wedge shape ആയിട്ടുള്ള യൂണിറ്റ്സ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മെമ്പറിനെയാണ് what we call it as arch. And it will be spanning between 2 supports. 2 സപ്പോർട്ട്സിന്റെ ഇടയ്ക്ക് സ്പാൻ ചെയ്യുന്ന ഒരു സാധനമാണ് ആർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കാവുന്ന അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ആർച്ചിനെ സ്കെച്ച് ചെയ്യുക, അതിൻ്റെ ടിപ്പിക്കൽ കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 സപ്പോർട്ട്സ്, ഈ സപ്പോർട്ട്സിന് ആർച്ച് സപ്പോർട്ടിനെയാണ് നമ്മൾ യൂഷ്വലി അബട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2 സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ, അതിന് നമ്മൾ അബട്ട്മെന്റ്സ് എന്ന് പറയും. ആ അബട്ട്മെന്റ്സിലാണ് ആർച്ച് റെസ്റ്റ് ചെയ്യുന്നത്. ആർച്ച് റെസ്റ്റ് ചെയ്യുന്ന പോയിന്റുകളെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് സ്പ്രിങ്ങിങ് പോയിന്റ്സ്. ഓക്കെ, അബട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിലുള്ള സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് അബട്ട്മെന്റ്. അത് റെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സ്പ്രിങ്ങിങ്. ഇനി ആർച്ചിന്റെ ടിപ്പിക്കൽ ആയിട്ടുള്ള 2 ടേമാണ് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അബട്ട്മെന്റ്. 2 അബട്ട്മെന്റിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പാൻ. ഓക്കെ, ഇനി ഇതാണ് ഒരു ആർച്ച് എന്ന് പറയുന്നത്. ഈ ആർച്ചിന്റെ സെന്റർ വരെയുള്ള ഈ ഒരു മാക്സിമം ഹൈറ്റ് അതിനെ നമ്മൾ റൈസ് എന്ന് വിളിക്കും. ആൻഡ് ഈ ഒരു മാക്സിമം പോയിന്റിനെ നമ്മൾ ക്രൗൺ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഒരു ടിപ്പിക്കൽ കമ്പോണൻസ് ഓഫ് എൻ ആർച്ച് ചോദിച്ചാൽ ഈ ഒരു ഫിഗർ വരച്ചിട്ട് യു ഹാവ് ടു മാർക്ക് വാട്ട് ഇസ് ദ അബട്ട്മെന്റ്, അതിന്റെ സ്പാൻ എന്താണ്, അതിന്റെ റൈസ് എന്താണ്, അതിന്റെ ക്രൗൺ എന്താണ്. മിനിമം ഇത്രയും പോയിന്റ്സ് എങ്കിലും എഴുതിയിരിക്കണം. അപ്പോൾ യൂഷ്വലി ചോദിക്കാവുന്നത് വാട്ട് ഇസ് ആൻ ആർച്ച്, സ്കെച്ച് ദ കമ്പോണൻസ് ഓഫ് ആൻ ആർച്ച്. ഇത് യൂഷ്വലി ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇനി വേണമെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർച്ചസ് എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ഹിഞ്ചസ്. ഇഫ് ആൻ ആർച്ച് ഇസ് ഹാവിങ് 3 ഹിഞ്ചസ്, 2 എണ്ണം അറ്റ് സപ്പോർട്ടിലും 1 എണ്ണം അറ്റ് ക്രൗണിലും, അങ്ങനെയുള്ള ആർച്ച് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് 3 ഹിഞ്ച് ആർച്ച്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഹാവിങ് ഓൺലി അറ്റ് ദ 2 സപ്പോർട്ട്സ് വി കോൾ ഇറ്റ് ആസ് 2 ഹിഞ്ച് ആർച്ച്. അല്ലെങ്കിൽ ഹിഞ്ചേ ഇല്ലാത്ത ആർച്ച്, 2 അറ്റത്തും ഫിക്സഡ് ആയിട്ടുള്ള എൻഡ്സ് വരുന്ന ആർച്ച്, ദാറ്റ് ഇസ് കോൾഡ് ഹിഞ്ച്ലെസ് ആർച്ച്. ഇതിനകത്ത് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 ഹിഞ്ച് ആർച്ച് ആണ്. അതർ 2 ആർ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. 3 ഹിഞ്ച് ആർച്ച് അത് ഡിറ്റർമിനേറ്റ് ആണ്,
2 ഹിഞ്ചും ഹിഞ്ച്ലെസ്സും ഇൻഡിറ്റർമിനേറ്റ് ആണ്. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ഷേപ്പ്. ഇതാണ് നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് സർക്കുലർ ആർച്ചും പാരാബോളിക് ആർച്ചും. ഓക്കെ, അതാണ് നമുക്ക് പ്രോബ്ലത്തിലൊക്കെ കൂടുതൽ ആവശ്യം വരുന്നത്. കാരണം 3 ഹിഞ്ച് ആർച്ച് മാത്രമാണ് നമ്മുടെ സിലബസിലുള്ളത്. 3 ഹിഞ്ച് ആർച്ചിന്റെ 2 ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്നെങ്കിൽ സർക്കുലർ ഷേപ്പിലിരിക്കാം, അല്ലെങ്കിൽ പാരാബോളിക് ഷേപ്പിലിരിക്കാം. അപ്പോൾ നമ്മൾ അറിയണം എന്താണ് സർക്കുലർ ഷേപ്പ്, എന്താണ് പാരാബോളിക് ഷേപ്പ്. ഓക്കെ, അപ്പോൾ സർക്കുലർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് ഈ ആർച്ചിന്റെ എങ്ങോട്ട് വേണമെങ്കിലും വരച്ചാലും that radius value will be same. That is, from a center, if we are taking the radius to any point of the arch, the value of that radius will be same or constant. അങ്ങനെയുള്ള ആർച്ചിനെയാണ് what we call it as circular arch. ഇനി ഒരു പാരാബോളിക് ആർച്ച് ആണെങ്കിൽ നമ്മൾ ഇതുപോലൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ പോയിന്റിലേക്കുള്ള റേഡിയസ് വിൽ ബി ഡിഫറെന്റ്. ഒരെണ്ണം R1 ആണെങ്കിൽ ഒരെണ്ണം R2, another one will be R3. That radius to each point of the arch will be different. That is, the shape of the arch is called parabolic arch. അതായത് ആ ഒരു ആർച്ചിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പരാബോള ആയിരിക്കും. അതേസമയം സർക്കുലർ ആർച്ചിന്റെ ആണെങ്കിൽ the shape will be a semicircle. ഓക്കെ, ഇതാണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സർക്കുലർ ആർച്ച് ആൻഡ് എ പാരാബോളിക് ആർച്ച്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പഠിക്കുന്നത് സർക്കുലർ ആർച്ച് വെച്ചിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സർക്കുലർ ആർച്ചാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ എങ്ങോട്ട് റേഡിയസ് എടുത്താലും അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ സർക്കുലർ ആർച്ചിൽ നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഇക്വേഷൻ ഓഫ് കോഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സർക്കിളിന്റെ 2 കോഡുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ദിസ് ഇസ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ ആൻഡ് ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി, അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. ഇതാണ് പ്രോപ്പർട്ടി ഓഫ് കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടുത്തെ പ്രോബ്ലംസ് കൂടുതൽ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ L/2 into L/2 is equal to this distance is h into remaining distance is 2r minus h. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സർക്കുലർ ആർച്ചിന്റെ ഓൾമോസ്റ്റ് പാരാമീറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് നമുക്ക് ലെങ്ത് അറിയായിരിക്കും, റൈസ് അറിയായിരിക്കും ക്വസ്റ്റ്യനിൽ. അത് വെച്ചിട്ട് യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ ആർച്ച്. അതുപോലെ തന്നെ അറ്റ് ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിന്റെ എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എക്സ് എസ് L/2 മൈനസ് ആർ സൈൻ തീറ്റ, വൈ എസ് എച്ച് മൈനസ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് യൂസിങ് ദിസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആറും വേണം തീറ്റയും വേണം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് 6 കണ്ടുപിടിക്കാം. 6 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യൂസിങ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി യു ക്യാൻ ഫൈൻഡ് ഔട്ട് തീറ്റ. ഓക്കെ, ഇതാണ് ഇൻ കേസ് ഓഫ് എ സർക്കുലർ ആർച്ച്. ഇനി എന്താണ് ഒരു പാരാബോളിക് ആർച്ച് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ദ റേഡിയസ് ആർ ഇസ് നോട്ട് സെയിം, സോ തീറ്റ ഓൾസോ വിൽ നോട്ട് ബി സെയിം. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഇക്വേഷൻ ഓഫ് പരാബോളയാണ്. ദാറ്റ് ഈസ് y is equal to 4hx into L minus x divided by L square. This is what it called equation of parabola. Equation of parabola വെച്ചിട്ടായിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ആർച്ച്, അതായത് പരാബോളിക് ആർച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കാവുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ് നിങ്ങളുടെ സിലബസിൽ ആക്ച്വലി ഇത് പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് ആർച്ചസ് ആറ്റ് ഡിഫറെൻറ്റ് ലെവൽ. നമ്മൾ നേരത്തെ പഠിക്കുന്ന 2 ആർച്ചിന്റെ 2 സപ്പോർട്ടും ഒരേ ലെവലിലായിരുന്നു. ഓക്കെ, ആ ഒരേ ലെവലിൽ ഇരിക്കുന്നതിന് പകരം ഇഫ് ദ 2 സപ്പോർട്ട്സ് ഓഫ് ദ ആർച്ചസ് ആർ അറ്റ് ഡിഫറെൻറ്റ് ലെവൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ തൊട്ട് ക്രൗൺ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിന് L1 എന്നും ബാക്കിയുള്ളത് നമ്മൾ L2 എന്നും ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ജസ്റ്റ് ഇക്വേഷൻ എങ്ങനെ ഓർത്തിരിക്കുക. L1 is equal to L root h1 divided by root of h1 plus root of h2. അതുപോലെ L2 is equal to L root h2 divided by root of h1 plus root of h2. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് when the arches are at different level. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ചോദിക്കാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ ആർച്ചിന്റെ പോർഷനിൽ നിന്ന്. അതുപോലെ തന്നെ ഇത് നമുക്ക് തിയറി ആയിട്ട് ചോദിക്കാനുള്ളതല്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന ടേമാണ്. അതായത് എങ്ങനെയാണ് ഒരു ആർച്ചിനെ അനലൈസ് ചെയ്യുന്നത്. സോ യു ആർ ഗിവൺ വിത്ത് ആൻ ആർച്ച്, യു ആർ ഗിവൺ വിത്ത് സം ലോഡിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂഷ്വലി എങ്ങനെ ഒരു ബീമിനെ അനലൈസ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു 3 ഹിഞ്ച് ആർച്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ we can apply the equilibrium equation sigma fx equal to 0,
സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0, മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈക്വൽ ടു 0. ഇങ്ങനെ 3 കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന ആർച്ചിനെ അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വി സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റ. അതുപോലെ റേഡിയൽ ഷിയർ കണ്ടുപിടിക്കാനുള്ളതാണ് വി കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ. അപ്പൊ പ്രോബ്ലത്തിൽ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം ഈ ഇക്വേഷൻസ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് വാട്ട് ഇസ് കോൾഡ് എഡീസ് തിയറം. നമ്മുടെ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി വിൽ ബി സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എഡീസ് തിയറം. അപ്പൊ എഡീസ് തിയറം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ആക്ച്വൽ ആർച്ച്, ദെൻ നമ്മൾ തിയറട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ട് വരയ്ക്കുന്ന തിയറട്ടിക്കൽ ആർച്ച്. ഓക്കെ, അപ്പോൾ ഒരു തിയറട്ടിക്കൽ ആർച്ചും ആക്ച്വൽ ആർച്ചും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ഒരു വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ്. സോ എഡീസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ, ഒരു പർട്ടിക്കുലർ ആർച്ചിന്റെ ഒരു സെക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ബിറ്റ്വീൻ ലീനിയർ ആർച്ച് ആൻഡ് തിയറട്ടിക്കൽ ആർച്ച്. അപ്പൊ ഏതൊരു പോയിന്റിലെ ബെൻഡിങ് മൊമെന്റും എന്തിന് പ്രപ്പോർഷണൽ ആണ്? അതിന്റെ ലീനിയർ ആർച്ചും അതിന്റെ തിയറട്ടിക്കൽ ആർച്ചും മേക്ക് ചെയ്യുന്ന ആ ഒരു ഇന്റർസെപ്റ്റിന് പ്രപ്പോർഷണൽ ആണ്. ആ ഒരു തിയറത്തിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് എഡീസ് തിയറം. ഒരു വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറാണ്. സോ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുക. എഡീസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് bending moment at any section in an arch is proportional to the vertical intercept between linear arch, that is theoretical arch, and the central line of actual arch. Okay, linear arch അല്ലെങ്കിൽ theoretical archും ആക്ച്വൽ ആർച്ചും തമ്മിലുള്ള ആ ഒരു ഇന്റർസെപ്റ്റിന് പ്രപ്പോർഷണൽ ആണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് എഡീസ് തിയറം. ഈ ഒരു ഫിഗറും കൂടി വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആർച്ച് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഇനി ലോങ് ആൻസർ ക്വസ്റ്റ്യൻ, അതായത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് മെയിൻലി 2 ടൈപ്പ് ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. ഒന്ന്, ഒരു സർക്കുലർ ആർച്ചിന്റെ ഈ പറയുന്ന ബെൻഡിങ് മൊമെന്റ്, നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഒരു പരാബോളിക് ആർച്ചിന്റെ ബെൻഡിങ് മൊമെന്റ്, നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. യൂഷ്വലി ക്വസ്റ്റ്യന് ഫിഗർ തന്നിട്ടുണ്ടാവാറില്ല, സെന്റൻസ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. സോ നമുക്ക് ശ്രദ്ധിക്കേണ്ട 1-2 വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ 3 ഹിഞ്ച് സർക്കുലർ ആർച്ച് എന്ത് ടൈപ്പ് ഓഫ് ആർച്ച് ആണെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ സർക്കുലർ ആർച്ച് ആണ്. അതിന്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ 2 സപ്പോർട്ടുകൾക്ക് ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് സ്പാൻ ഇസ് ഗിവൻ ആസ് 40 മീറ്റർ ആൻഡ് സെൻട്രൽ റൈസ് ഇസ് 8 മീറ്റർ. സെൻട്രൽ റൈസ് എന്ന് പറഞ്ഞാൽ ഈ നടുക്കുള്ള സി എന്ന് പറയുന്ന പോയിന്റിന്റെ ഹൈറ്റിനെയാണ് സെൻട്രൽ റൈസ്. അപ്പൊ യൂഷ്വലി ഇത്രയും സാധനങ്ങളായിരിക്കും ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവുക. സ്പാൻ തന്നിട്ടുണ്ടാവും, റൈസ് തന്നിട്ടുണ്ടാവും, ദെൻ അതിന്റെ സെറ്റ് ഓഫ് ലോഡിങ് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ക്വസ്റ്റിനിൽ ഫിഗർ തന്നിരിക്കുന്നതുകൊണ്ട് സെന്റൻസ് ആക്കി എഴുതിയിട്ടില്ല. ഇപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ പറയുന്നത് ഇങ്ങനെയായിരിക്കും: ലെഫ്റ്റ് സ്പാൻ ഇസ് ഹാവിംഗ് UDL ആൻഡ് ഇൻ ദ റൈറ്റ് സ്പാൻ ദർ ഇസ് എ പോയിന്റ് ലോഡ് ഓഫ് 100 kN. അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും യൂഷ്വലി ക്വസ്റ്റ്യൻ തരുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഫിഗർ വരച്ചു. അപ്പൊ നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. ആദ്യം നമ്മൾ അവിടെയുള്ള റിയാക്ഷൻ, സപ്പോർട്ട് റിയാക്ഷൻ VAയും VBയും കണ്ടുപിടിക്കുക. ഹൊറിസോണ്ടൽ റിയാക്ഷൻ H കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? യൂസിങ് ഇക്വിലിബ്രിയം ഇക്വേഷൻ സിഗ്മ FX ഈക്വൽ ടു 0, സിഗ്മ FY ഈക്വൽ ടു 0, മൊമെന്റ് അബൌട്ട് പോയിന്റ് A ഈക്വൽ ടു 0. ഇതൊന്നും കൂടാതെ മൊമെന്റ് അബൌട്ട് ക്രൗൺ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു അഡീഷണൽ കണ്ടീഷൻ. ഈ 4 ഇക്വേഷൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് സപ്പോർട്ട് റിയാക്ഷൻ VA, VB, H. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ റേഡിയസ് ആറും ആംഗിൾ തീറ്റയും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. L/2 ഇൻറ്റു L/2 ഇസ് ഈക്വൽ ടു R ഇൻറ്റു എന്തായിരുന്നു ഇക്വേഷൻ? R ഇൻറ്റു 2R മൈനസ് R. ഇതൊരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. നോട്ട് R, H, റൈസ് H. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ R കാൽക്കുലേറ്റ് ചെയ്യും. R കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമൽ ത്രസ്റ്റ്, റേഡിയൽ ഷിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് ചോദിക്കാവുന്ന ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇനി ഇതിന് പകരം എന്താണ്? സർക്കുലർ ആർച്ചിന് പകരം ക്വസ്റ്റ്യനിൽ ഇതൊരു പരാബോളിക് ആർച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം വരുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം, സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക, H കണ്ടുപിടിക്കുക. നമ്മൾ ആംഗിള് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ തീറ്റയും
റേഡിയസ് കണ്ടുപിടിക്കുന്നതിന് പകരം യു ഹാവ് ടു ടേക്ക് ദ ഇക്വേഷൻ ഓഫ് y 4hx into L minus x divided by L square. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ y-യും അതുപോലെ തന്നെ ആംഗിൾ തീറ്റയും കണ്ടുപിടിക്കുന്നത്. Then we'll be calculating for normal thrust and radial shear. Okay. ഇതാണ് ആർച്ചിൽ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ. ഇനി ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്രീക്വൻ്റ്ലി ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഷോ ദാറ്റ് ദ ഷേപ്പ് ഓഫ് ആൻ ആർച്ച് ഇസ് പാരാബോളിക് അല്ലെങ്കിൽ പാരാബോളിക് ഷേപ്പ് ഇസ് ഫ്യൂണിക്കുലർ. ആർച്ചിന്റെ ഷേപ്പ് പാരാബോള ആണെന്ന് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് ഫ്യൂണിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ ഫ്യൂണിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുക്കുക, ആ സെക്ഷന്റെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ആ ബെൻഡിങ് മൊമെന്റ് വാല്യൂ 0 ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദ ഷേപ്പ് ഇസ് ഫ്യൂണിക്കുലർ. അങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ആർച്ച് കൺസിഡർ ചെയ്യുക വിത്ത് UDL. ദെൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുക്കുക അറ്റ് ഡിസ്റ്റൻസ് x ഡിസ്റ്റൻസ് മാറിയിട്ട് ഇഫ് യു ആർ ടേക്കിംഗ് എ സെക്ഷൻ. ഓക്കെ, ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് സെക്ഷൻ ഇഫ് യു ആർ ടേക്കിംഗ് ബെൻഡിങ് മൊമെന്റ് എന്ത് കിട്ടും നിങ്ങൾക്ക് ആൻസർ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0. ഇഫ് യു ആർ ഗെറ്റിംഗ് ദ ആൻസർ ആസ് 0 വി ക്യാൻ കോൾ ദ ഷേപ്പ് ആസ് ഫ്യൂണിക്കുലർ. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി ആർച്ച് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുള്ളൂ. അപ്പൊ ഈ 3 എണ്ണം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർച്ചിൽ നിന്നുള്ള എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഈ മോഡ്യൂളിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ഹാഫ് ആണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലോഡിനാണ്. അതായത് ഒരു ലോഡ് ഒരു സ്ഥലത്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ബീമിൽ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ ആ ബീമിൽ ഉണ്ടാവുന്ന മൊമെന്റ് വേരിയേഷൻ, ബെൻഡിങ് മൊമെന്റ്, അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ്, അതാണ് നമ്മൾ വരച്ചത്. ഇനി യൂണിറ്റ് ലോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോഡ് ഫ്രം വൺ എൻഡ് ടു അനദർ എൻഡ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വേരിയേഷൻ ഓഫ് ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ILD ഫോർ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ BMDയും ILDയും തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. നോർമൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, നോർമൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത് വെൻ ദ ലോഡ് ഇസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുന്നത് വെൻ ദ ലോഡ് ഇസ് മൂവിങ് ഫ്രം വൺ എൻഡ് ടു അനദർ. ഓക്കെ, സോ ഇൻഫ്ലുവൻസ് ലൈൻ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ ദാറ്റ് ഷോസ് വേരിയേഷൻ ഓഫ് എനി പാരാമീറ്റർ. ഏതെങ്കിലും ഒക്കെ പാരാമീറ്ററിന്റെ വേരിയേഷൻ ഷോ ചെയ്യുന്ന ഒരു ഡയഗ്രത്തിനെയാണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. ആ പാരാമീറ്റർ എന്ന് പറയുന്നത് റിയാക്ഷൻ ആവാം, ഷിയർ ഫോഴ്സ് ആവാം, ബെൻഡിങ് മൊമെന്റ് ആവാം, ഡിഫ്ലക്ഷൻ ആവാം. ഏത് പാരാമീറ്ററിന്റെ വേരിയേഷൻ വരയ്ക്കുന്ന ഒരു ഡയഗ്രത്തിനെ നമ്മൾ ILD എന്ന് വിളിക്കും. എങ്ങനെ? വെൻ ലോഡ് ഇസ് മൂവിങ് ഫ്രം വൺ എൻഡ് ടു അനദർ. ഓക്കെ, ഇനി നമുക്കിവിടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മാക്സിമം എന്ന് പറയുന്നത് ഏതെങ്കിലും കണ്ടീഷൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ അല്ലെങ്കിൽ ഓവർഹാങ് ആയിട്ടുള്ള ബീമിന്റെ റിയാക്ഷൻസ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, ഒരു 1 kN ലോഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം റിയാക്ഷൻ അറ്റ് A വരണം എന്നുണ്ടെങ്കിൽ എയുടെ മുകളിലായിരിക്കണം മാക്സിമം ഓർഡിനേറ്റ്. ഈ ഒരു ഡയഗ്രത്തിനെയാണ് ILD ഫോർ RA എന്ന് വിളിക്കുന്നത്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ റിയാക്ഷൻ അറ്റ് A എന്ന് പറഞ്ഞ പോയിന്റിൽ റിയാക്ഷൻ 1 വരുന്നത്. ഇനി ILD ഫോർ റിയാക്ഷൻ അറ്റ് RB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും മാക്സിമം റിയാക്ഷൻ വരുന്നത്. ഓക്കെ, സിമിലർലി ഷിയർ ഫോഴ്സ് മാക്സിമം വരുന്നത് ആ ഒരു ലോഡ് സെക്ഷനിൽ വരുമ്പോഴായിരിക്കും. ആൻഡ് ദിസ് ഇസ് ദ ഡയഗ്രാം. ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് Z/L-ഉം L മൈനസ് Z/L-ഉം, ഇങ്ങനെ 2 ഓർഡിനേറ്റ്സ് വരുമ്പോഴാണ് എന്ത് മാക്സിമം വരുന്നത്? ഷിയർ ഫോഴ്സ്. ഇതിനെ നമ്മൾ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് വിളിക്കും, ഇതിനെ നമ്മൾ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് വിളിക്കും. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സെക്ഷനിൽ ലോഡ് വരുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ ട്രയാങ്കിൾ വേരിയേഷൻ. ദിസ് ഇസ് Z into L minus Z/L. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാംസ് 4 ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ഷൻ അറ്റ് A, റിയാക്ഷൻ അറ്റ് B, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ഇതിപ്പോൾ നമ്മൾ പഠിച്ചത് എന്തിൻ്റെ ആയിരുന്നു? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ആയിരുന്നു. ഇനി ഒരു ഓവർഹാങ് ബീം വേണമെങ്കിൽ ചോദിക്കാം. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു ഓവർഹാങ്, അതൊന്നോ അല്ലെങ്കിൽ 2 സൈഡിലേക്കും ആവാം.
ഡയഗ്രാം വരയ്ക്കുന്നു അതുപോലെ തന്നെ റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഡയഗ്രാം വരയ്ക്കുന്നു. എങ്ങോട്ടാണോ ഓവർഹാങ് ഉള്ളത് അങ്ങോട്ടേക്ക് ആ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ദിസ് വിൽ ബി RA. ഇനി RB എങ്ങനെയായിരുന്നു? ബിയില് മാക്സിമം 1 യൂണിറ്റ്. ഓക്കെ, ആ ഡയഗ്രത്തിന് അതുപോലെ തന്നെ ഓവർഹാങ് പോർഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഷിയർ ഫോഴ്സ് ഇസ് ഓൾസോ സെയിം. നമുക്കറിയാവുന്ന സിംപ്ലി സപ്പോർട്ടഡ് പോർഷന്റെ ഷിയർ ഫോഴ്സ് വരയ്ക്കുന്നു. ആ ലൈനിനെ അതുപോലെ തന്നെ ഓവർഹാങ് പോർഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ട്രയാങ്കിൾ ഷേപ്പ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചു. ആ ലൈനിനെ അതേ ട്രെൻഡിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ എ സിംഗിൾ ഓവർഹാങ് ബീം? ഒരു സൈഡിൽ മാത്രം ഓവർഹാങ് ഉള്ളത്, റൈറ്റിലാവാം ലെഫ്റ്റിലാവാം. ഇനി ഡബിൾ ആണെങ്കിലോ നമ്മൾ രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് ഇത്രയും പോർഷൻ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ILD വരച്ചു. രണ്ട് സൈഡിലേക്കും ആ ലൈൻ അതേ ട്രെൻഡിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് ഫോർ RA, ദിസ് ഇസ് ഫോർ RB. പിന്നെ എന്താ ഉള്ളത്? ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ഇതും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട്. സ്കെച്ച് ദ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇവിടെ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാവുന്നത് ഒന്നെങ്കിൽ വാട്ട് ഈസ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം, അല്ലെങ്കിൽ എന്താണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിന്റെ യൂസ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക, ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്, അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓവർഹാങ് ബീം, സിംഗിള്, ഡബിള്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് യൂഷ്വലി നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. ഇനി essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ഇതിന്റെ ന്യൂമറിക്കൽസ് ആയിരിക്കും. അപ്പോൾ മെയിൻലി രണ്ട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ILD എന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഒന്ന്, ഒരു സെറ്റ് ഓഫ് ലോഡ് നമുക്ക് തന്നിട്ട് അത് വെച്ചിട്ട് ILD വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ പല പല കേസിൽ ഒരു പോയിന്റ് ലോഡ് ഇസ് മൂവിങ് ഫ്രം 1 end to n, UDL ഇസ് മൂവിങ് ഫ്രം 1 end എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കേസുകൾ വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ, അതായത് ഇപ്പൊ ഈ ഒരു കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ലോഡ് തന്നിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, എനിക്ക് വേണ്ടത് ഈ C എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഈ ലോഡിംഗ് ഡയഗ്രത്തിന്റെ താഴെ എനിക്കറിയാവുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം അങ്ങോട്ട് വരച്ചു. ILD ഫോർ ഷിയർ ഫോഴ്സ്. ഇനി ഓരോ ലോഡ് ഇൻറ്റു കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് ആണ് അവിടുത്തെ വാല്യൂ. അപ്പം ഇവിടുത്തെ ലോഡ് W1 ആണെങ്കിൽ W1 ഇൻറ്റു Y1 പ്ലസ് W2 ഇൻറ്റു Y2 പ്ലസ് W3 ഇൻറ്റു Y3 പ്ലസ് W4 ഇൻറ്റു Y4. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ലോഡിൻ്റെ താഴെയായിട്ട് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുക. ഒരു പോയിന്റ് ലോഡ് ആണെങ്കിൽ ലോഡ് ഇൻറ്റു അവിടെ ഫോം ചെയ്യുന്ന ഇന്റർസെപ്റ്റ്, UDL ആണെങ്കിൽ അതിൻ്റെ ഏരിയ. ബെൻഡിങ് മൊമെൻറ്റും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നു. ഓരോ കറസ്പോണ്ടിങ് ഇന്റർസെപ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതിനെ ടോട്ടൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു UDL ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോർഷനിലാണ് UDL വരുന്നത്. അപ്പോൾ ഡയഗ്രാം വരയ്ക്കുന്നു, UDLനെ പ്ലേസ് ചെയ്യുന്നു. ഡയഗ്രത്തിന്റെ ഈ ഒരു ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ എടുത്തിട്ട് ലോഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഫോർ മാക്സിമം ഷിയർ ഫോഴ്സ്, അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് ലോഡിന്റെ പൊസിഷൻ ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇതാണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പക്ഷെ നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കിടക്കുന്നത്. അതായത് ഓരോ ടൈപ്പ്, ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ഒരു ബീമിന്റെ മുകളിൽ കൂടി മൂവ് ചെയ്യാണ്. എപ്പോഴായിരിക്കും മാക്സിമം ഷിയർ ഫോഴ്സ് വരുന്നത്? ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം ഇരിക്കുന്നത്. ഇത് എപ്പോഴായിരിക്കും മാക്സിമം വരുന്നത്? ലോഡ് സെക്ഷന്റെ മുകളിൽ വരുമ്പോൾ. വെൻ ദ ലോഡ് അറ്റ് സെക്ഷൻ വരുമ്പോഴാണ് വി വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഫോർ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആസ് വെൽ ആസ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ആ കണ്ടീഷൻ നമ്മൾ ഓർത്തിരിക്കുക, ലോഡ് അറ്റ് ദ സെക്ഷൻ. ഇനി മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് എപ്പോഴാണ്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. ഈ ഒരു ഓർഡിനേറ്റ് ഇവിടെയാണ് മാക്സിമം വരേണ്ടത്. അപ്പോൾ ലോഡ് അറ്റ് സെക്ഷൻ വന്നാൽ നമുക്ക് മാക്സിമം ഷിയർ ഫോഴ്സും കിട്ടും, മാക്സിമം ബെൻഡിങ് മൊമെന്റും കിട്ടും.
ഇനി നമ്മൾ പോകുന്ന ഒരു കണ്ടീഷനാണ് അബ്സല്യൂട്ട് മാക്സിമം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ ഉണ്ടാവുന്നതല്ല അബ്സല്യൂട്ട്. അപ്പം മാക്സിമം നെഗറ്റീവ് ഉണ്ടാവുന്നത് എപ്പോഴായിരിക്കും? ഇത് എക്സ്റ്റെൻഡ് ആയി ഇങ്ങേറ്റത്ത് എത്തുമ്പോൾ. സോ ദിസ് വിൽ ബി ദ ഡയഗ്രാം ഫോർ അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അതുപോലെ ഇത് എക്സ്റ്റെൻഡ് ആയി ഇപ്പുറത്തെ അറ്റത്ത് എത്തുമ്പോൾ, that is, this is the diagram for absolute maximum positive shear force. Okay, അപ്പോൾ എന്ത് വേണം? ലോഡ് at right end. Load at right end വരുമ്പോൾ എന്ത് കിട്ടും? We will be getting absolute maximum negative shear force. അതുപോലെ ലോഡ് അറ്റ് ലെഫ്റ്റ് എൻഡ് എന്ത് കിട്ടും? അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. ഓക്കെ, ഇതാണ് കണ്ടീഷൻ, അബ്സല്യൂട്ട് മാക്സിമത്തിന്റെ കണ്ടീഷൻ. ഇനി നമ്മൾ സെക്കൻഡ് കേസിലേക്ക് പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് കേസ് ആയിരുന്നു ഒരു പോയിന്റ് ലോഡ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എൽ ആണ്. യു ഡി എൽ ഗ്രേറ്റർ ദാൻ ദ സ്പാൻ. അതായത് എൻ്റെ ബീം എന്ന് പറയുന്നത് ഇത്രയുമാണ് ഉള്ളത്. യു ഡി എൽ എന്ന് പറയുന്നത് ബീമിനേക്കാളും വലുതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം എങ്ങനെയാണ് ഇരിക്കുന്നത്? എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എനിക്ക് മാക്സിമം ഷിയർ ഫോഴ്സ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ യു ഡി എൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണം, ആണല്ലോ. അപ്പോൾ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? ഹെഡ് ഓഫ് യു ഡി എൽ അറ്റ് സെക്ഷൻ. യു ഡി എല്ലിൻ്റെ ഹെഡ് സെക്ഷനിൽ വന്നാൽ ഈ ഫുൾ ഏരിയ എനിക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഹെഡ് ഓഫ് ദ യു ഡി എൽ അറ്റ് സെക്ഷനിൽ വന്നാൽ ഐ വിൽ ബി ഗെറ്റിംഗ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി പോസിറ്റീവ് എന്നുണ്ടെങ്കിലോ, യു ഡി എൽ ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് മാക്സിമം പോസിറ്റീവ്, ദാറ്റ് ഈസ് ഐ വിൽ ഗെറ്റ് ദിസ് ഫുൾ ഏരിയ, ദാറ്റ് ഈസ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെൻ ടെയിൽ ഓഫ് യു ഡി എൽ അറ്റ് സെക്ഷൻ. യു ഡി എല്ലിന്റെ ടെയില് സെക്ഷനിൽ വന്നാൽ എനിക്ക് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും, സോറി പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും. ഇനി ബെൻഡിങ് മൊമെന്റ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതാണ് ബീം, ഇതാണ് എൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. എന്ത് ചെയ്താൽ മതി? ഈ യു ഡി എല്ല് ഫുള്ളായിട്ട് കവർ ചെയ്തിരുന്നാൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ എൻറ്റയർ ബീം. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എപ്പോഴാണ്? വെൻ യു ഡി എൽ കവർ ഫുൾ ബീം. ആ ഫുൾ ബീം യു ഡി എൽ കവർ ചെയ്താൽ ഐ വിൽ ബി ഗെറ്റിംഗ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, ഇനി കേസ് 2 അബ്സല്യൂട്ട് വരണമെന്നുണ്ടെങ്കിലോ? അബ്സല്യൂട്ട് വരണമെന്നുണ്ടെങ്കിൽ രണ്ട് എൻഡ്. ഓക്കെ, അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹെഡ് അറ്റ് സെക്ഷൻ ബി എൻഡിൽ യു ഡി എല്ലിന്റെ ഹെഡ് അപ്പുറത്തെ അറ്റത്ത് വരികയാണെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? ടെയിൽ അറ്റ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ ടെയിൽ വരികയാണെങ്കിൽ എനിക്ക് അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണ്? ഫുള്ളായിട്ട്, അതായത് യു ഡി എൽ kept at center of the beam. ബീമിന്റെ സെന്ററിൽ യു ഡി എൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് കേസ്. ഇനി തേർഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എൽ ഷോർട്ടർ ദാൻ ദ സ്പാൻ ആണ്. അതായത് ഇതാണ് ബീം, യു ഡി എൽ ചെറുതാണ്. നേരത്തെ യു ഡി എൽ സ്പാനിനേക്കാളും വലുതായിരുന്നു, ഇവിടെ യു ഡി എൽ ചെറുതാണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം?
നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണെങ്കിൽ ഹെഡ് അറ്റ് സെക്ഷൻ, പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണെങ്കിൽ ടെയിൽ അറ്റ് സെക്ഷൻ. അപ്പോൾ ഒന്നെങ്കിൽ ഹെഡ് സെക്ഷനിൽ വന്നാൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും, ടെയിൽ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റ് വരുന്നുണ്ടെങ്കിലോ? ബെൻഡിങ് മൊമെന്റ് വരുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കണ്ടീഷൻ ഇങ്ങനെയാണ്. ഇതാണ് ബീം, ഇതാണ് സെക്ഷൻ. അങ്ങനെയാണെങ്കിൽ യു ഡി എല്ലിന് സെക്ഷനിൽ ഈക്വൽ ആയിട്ട്, അതായത് എ ബൈ ഡി എന്ന് പറയുന്നത് ഇസഡ് ബൈ എൽ എന്നുള്ളൊരു പ്രപ്പോർഷനിൽ യു ഡി എല്ലിനെ സ്പ്ലിറ്റ് ചെയ്താൽ, അതായത് മൊത്തം യു ഡി എൽ ഉണ്ട്, സെക്ഷൻ വരെയുള്ള ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയും ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബിയും ആണെന്ന് വിചാരിക്കുക യു ഡി എല്ലിൻ്റെ. ഓക്കെ, അതുപോലെ ബീമിൻ്റെ ഇത്രയും ഡിസ്റ്റൻസ് ഇസഡ് ആണ്, ഇത്രയും ഡിസ്റ്റൻസ് എൽ ആണ്. അപ്പോൾ ഈ ഒരു പ്രപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. ഓക്കെ, അതായത് എ ബൈ ബി ഇസ് ഈക്വൽ ടു ഇസഡ് ബൈ എൽ. ഇനി അബ്സല്യൂട്ട് കിട്ടാൻ വേറെ ഒന്നുമില്ല, നേരത്തെ അതേ കണ്ടീഷൻ തന്നെ. നെഗറ്റീവ് ഹെഡ് അറ്റ് ബി, പോസിറ്റീവ് ടെയിൽ അറ്റ് എ. ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ നടുക്ക്. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കേസ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഈ ILD യൂഷ്വലി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ കേസ് 3 അല്ലെങ്കിൽ കേസ് 4. അതായത് ഇതുപോലെ ഒരു പോയിന്റ് ലോഡിന് പകരം ഒരു സെറ്റ് ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ്സ്, അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ്സ് എന്ന് പറയും. ഇങ്ങനെ ഒരു ട്രെയിൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ്സ് വരികയാണെങ്കിൽ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? അപ്പോൾ ഒരു ട്രെയിൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഷിയർ ഫോഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം. ഫസ്റ്റ് ലോഡ് ഇങ്ങനെ പ്ലേസ് ചെയ്താൽ, സെക്ഷനിൽ ഫസ്റ്റ് ലോഡ് പ്ലേസ് ചെയ്താൽ എനിക്ക് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും. ഇനി മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടണമെങ്കിൽ എന്ത് വേണം? മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടണമെങ്കിൽ ലാസ്റ്റ് ലോഡ് സെക്ഷനിൽ പ്ലേസ് ചെയ്താൽ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും. ഇനി മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടണമെങ്കിലോ? ബെൻഡിങ് മൊമെന്റ് കിട്ടണമെങ്കിൽ വേറൊരു സ്റ്റെപ്പ് പ്രൊസീജിയറാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏത് ലോഡ് വെക്കുമ്പോഴാണ് മാക്സിമം ഇത് വരുന്നതെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ബീമിനകത്ത് കൂടി ഓരോരോ ലോഡായിട്ട് നമ്മൾ പാസ് ചെയ്യിക്കും. അതിൽ ഏത് ലോഡ് പാസ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ലോഡ് ബൈ ലെങ്ത് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നത്, ആ ലോഡിനെ സെക്ഷനിൽ വെച്ചിട്ടാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ബീമിനകത്ത് ഏതെങ്കിലും ഒരു ലോഡ് വരുന്ന രീതിയിലായിരിക്കും നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഓരോ ലോഡിനെ ആയിട്ട് പാസ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ലോഡ് ബൈ ലെങ്ത് റേഷ്യോ കണ്ടുപിടിച്ച് അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അബ്സല്യൂട്ട് മാക്സിമം ഇതുപോലെ തന്നെ. അബ്സല്യൂട്ട് മാക്സിമം എന്താണ്? ഫസ്റ്റ് ലോഡ് അറ്റ് ബി വന്നാൽ നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും. ലാസ്റ്റ് ലോഡ് അറ്റ് എ വന്നാൽ അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റ് വരുമ്പോഴും ഇതുപോലെ തന്നെ സ്പെഷ്യൽ കണ്ടീഷനാണ്. L/2 പ്ലസ് ഓർ മൈനസ് D/2 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ ആ ലോഡുകളുടെ തന്നിരിക്കുന്ന ലോഡിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിച്ചിട്ട് ആ സെൻട്രോയിഡിലുള്ള ലോഡിന് നമ്മൾ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കേസുകൾ പറഞ്ഞു. ഈ കേസുകളുടെ പ്രോബ്ലംസ് ആണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ഇതിനകത്ത് ഏത് കേസിലേക്കാണ് വരുന്നതെന്ന് അത് വെച്ചിട്ടായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് ലോഡ് ഓൾറെഡി ഫിക്സ് ആക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ ലോഡ് നമുക്ക് ഫിക്സ്ഡ് ആക്കി തരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡയറക്ട്ലി ഡയഗ്രാം വരയ്ക്കുകയാണ് ചോദിച്ചിരിക്കുന്നത്. യൂസിങ് ILD ഫൈൻഡ് ഔട്ട് ബെൻഡിങ് മൊമെന്റ് അറ്റ് C, ഈ ഒരു പോയിന്റിലുള്ള കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഷിയർ ഫോഴ്സ് ആകുമ്പോൾ ഈ ഒരു പോയിന്റിൽ മാക്സിമം വരുന്ന രീതിയിൽ വരയ്ക്കും. ദെൻ ഓരോ ലോഡിന്റെ കറസ്പോണ്ടിങ് ഓർഡിനേറ്റ്സ് കണ്ടുപിടിക്കും, ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കും. ഇതാണ് വൺ ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഓക്കെ, അതായത് ലോഡ് പൊസിഷൻസ് എല്ലാം ഫിക്സഡ് ആക്കി തന്നതിന് ശേഷം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പോയിന്റിൽ പറഞ്ഞോ അവിടെ ഡയഗ്രാം പ്ലേസ് ചെയ്യുക, കറസ്പോണ്ടിങ് ഓർഡിനേറ്റ്സ്
ലോഡ് ആണെങ്കിൽ ലോഡ് ഇൻ ടു ഡിസ്റ്റൻസ് ആയിരിക്കും, UDL ആണെങ്കിൽ ഏരിയ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബീം തന്നിട്ടുണ്ട്, ആ ബീമിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് ലോഡ് പാസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ പോയിന്റ് ലോഡ് ഓഫ് 10 kN പാസിംഗ്. അതായത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിക്സഡ് പൊസിഷൻസ് തന്നിരുന്ന ബീം ആയതുകൊണ്ട് ഡയറക്ട്ലി ഡയഗ്രാം പ്ലേസ് ചെയ്യുന്നു, നമ്മൾ വാല്യൂസ് എഴുതുന്നു. ഇവിടെ എങ്ങനെയാണ്, പല കേസസ് ആയിട്ടാണ്, അതായത് 1 പോയിന്റ് ലോഡ് ഇസ് മൂവിങ് അങ്ങനെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പോയിന്റ് ലോഡ് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരു പോയിന്റ് ലോഡ് മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, പോയിന്റ് ലോഡ് at സെക്ഷനിൽ വരുമ്പോഴാണ് വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഫോർ മാക്സിമം ഷിയർ ഫോഴ്സ്, മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്, മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് എല്ലാം കിട്ടുന്നത് സെക്ഷനിൽ വരുമ്പോഴാണ്. ഇനി ഓൾസോ കാൽക്കുലേറ്റ് അബ്സല്യൂട്ട് മാക്സിമം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അബ്സല്യൂട്ട് മാക്സിമം എവിടെയാണ് വരുന്നത്, അബ്സല്യൂട്ട് മാക്സിമം വരുന്നത് അബ്സല്യൂട്ട് മാക്സിമം വെൻ ലോഡ് അറ്റ് ബി, ലോഡ് അറ്റ് ബി വരുമ്പോഴാണ് അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ് വരുന്നത്, ലോഡ് അറ്റ് എ വരുമ്പോഴാണ് അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബീം ഉണ്ട്, സ്പാൻ 25 മീറ്റർ ആണ്, UDL ആണ് പാസ് ചെയ്യുന്നത്, 1.5 kN, ലെങ്ത് 30 മീറ്റർ. അതായത് ബീമിന്റെ സ്പാനിനേക്കാളും കൂടുതലാണ് എന്ത്, നമ്മുടെ ലോഡിന്റെ സ്പാൻ. ഓക്കെ, അതായത് UDL ഗ്രേറ്റർ ദാൻ ദ സ്പാൻ ആണ്, ദാറ്റ് ഇസ് കേസ് 2. ഓക്കെ, അപ്പൊ കേസ് 2 ആകുമ്പോൾ എങ്ങനെയാണ്, മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് വരുന്നത് എവിടെയാണ്, ഹെഡ് അറ്റ് സെക്ഷൻ. ഇനി പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വരുന്നത് ടെയിൽ അറ്റ് സെക്ഷൻ. ഇനി ബെൻഡിങ് മൊമെന്റ് വരുന്നത് എങ്ങനെയാ, ബെൻഡിങ് മൊമെന്റ് വരുന്നത് UDL ഫോർ ഫുൾ ലെങ്ത് UDL കവർ ചെയ്യുമ്പോൾ നമുക്ക് യു വിൽ ബി ഗെറ്റിംഗ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഇനി അബ്സല്യൂട്ട് മാക്സിമം എന്തായിരിക്കും, ഹെഡ് ഓഫ് ദ UDL അറ്റ് ബി വരുമ്പോൾ അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ്, ടെയിൽ ഓഫ് ദ UDL അറ്റ് എ വരുമ്പോൾ അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ്. അതുപോലെ തന്നെ UDL-നെ ബീമിന്റെ സെൻട്രോയിഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് അബ്സല്യൂട്ട് മാക്സിമം. ദെൻ അടുത്ത് നോക്കാം, സ്പാൻ 15 മീറ്റർ, ബീമിന്റെ സ്പാൻ 15 മീറ്റർ ആണുള്ളത്, UDL 40 kN ആണുള്ളത്, ലെങ്ത് 5 മീറ്റർ. അതായത് ബീമിന്റെ സ്പാനിനേക്കാളും കുറവാണ് UDL-ന്റെ സ്പാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, ബീമിന്റെ സ്പാൻ കുറവും ബീമിന്റെ സ്പാൻ കൂടുതലും UDL-ന്റെ സ്പാൻ കുറവുമാണെങ്കിൽ UDL ഷോർട്ടർ ദാൻ ദ സ്പാൻ, ദാറ്റ് ഇസ് അവർ കേസ് 3. ഇപ്പൊ കേസ് 3 വരുമ്പോൾ ഇതുപോലെ തന്നെ ഹെഡ് അറ്റ് സെക്ഷൻ വരുമ്പോൾ മാക്സിമം നെഗറ്റീവ്, ടെയിൽ അറ്റ് സെക്ഷൻ വരുമ്പോൾ മാക്സിമം പോസിറ്റീവ്. ദെൻ ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണ്, ബെൻഡിങ് മൊമെന്റ് A/B is equal to Z/L എന്ന് പറയുന്ന ഒരു പ്രപ്പോർഷൻ. അതായത് UDL-നെ A എന്ന് പറയുന്ന ഒരു പോർഷൻ, B എന്ന് പറയുന്ന അതിന്റെ ഫുൾ ലെങ്ത്, അതുപോലെ ബീമിന്റെ Z എന്ന് പറയുന്ന ഒരു പോർഷൻ, L എന്ന് പറയുന്ന ഒരു ഫുൾ ലെങ്ത്. ഈ ഒരു പ്രപ്പോർഷനിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കീപ്പ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അബ്സല്യൂട്ട് ഉണ്ടാവുന്ന ഇതുപോലെ തന്നെ ഹെഡ് ബിയിൽ വരുമ്പോൾ മാക്സിമം അബ്സല്യൂട്ട് മാക്സിമം നെഗറ്റീവ്, ടെയിൽ വരുമ്പോൾ അബ്സല്യൂട്ട് മാക്സിമം പോസിറ്റീവ്. ഇനി അടുത്തത് നോക്കാം, 4 കോൺസെൻട്രേറ്റഡ് ലോഡ് 8 kN, 15 kN, 15 kN ആൻഡ് 10 kN. ഈ 4 കോൺസെൻട്രേറ്റഡ് ലോഡ്സ് വരുമ്പോൾ ദാറ്റ് ഇസ് കേസ് 4, ട്രെയിൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ്. അപ്പോൾ ട്രെയിൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ്സ് വരുമ്പോൾ എന്തായിരിക്കും, ആദ്യം ഫസ്റ്റ് ലോഡ് സെക്ഷനിൽ എത്തുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് മാക്സിമം. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്കിൽ ഈ ട്രെയിനിൽ ആദ്യത്തെ ലോഡ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും. ഇനി പോസിറ്റീവ് കിട്ടണമെങ്കിലോ ലാസ്റ്റ് ലോഡ് സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം പോസിറ്റീവ് കിട്ടും. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലോഡിനെ സെക്ഷനിലേക്ക് പാസ് ചെയ്യിക്കുന്നു, എന്നിട്ട് ഏത് ലോഡ് വരുമ്പോഴാണ് സെക്ഷന്റെ മുകളിൽ ഏത് ലോഡ് വരുമ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ബൈ ടേക്കിംഗ് ദ നെറ്റ് ലോഡ് ബൈ ലെങ്ത് റേഷ്യോ വെച്ചിട്ട് വിൽ ബി ഫൈൻഡിങ് ഔട്ട് വെൻ വിച്ച് ലോഡ് ഇസ് പ്ലേസ് ഇൻ ദ സെക്ഷൻ വിൽ ബി ഗെറ്റിംഗ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ദ പൊസിഷൻ ഫോർ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഫസ്റ്റ് ലോഡിന് സെക്ഷനിൽ വെച്ചു, ഇതായിരിക്കും ഫോർ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, ലാസ്റ്റ് ലോഡിനെ സെക്ഷനിൽ വെച്ചു. ദെൻ ബെൻഡിങ് മൊമെന്റ് ഓരോരോ ലോഡിനായിട്ട് നമ്മൾ പാസ് ചെയ്യിച്ചു, ഈ മൂന്നാമത്തെ ലോഡ് വന്നപ്പോഴാണ് നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടിയത്. ഓക്കെ,
ഇനി ഇത് കൂടാതെ വേണമെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമത്തിന്റെ കണ്ടീഷൻ ചോദിക്കാം. അബ്സല്യൂട്ട് മാക്സിമത്തിന്റെ കണ്ടീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അബ്സല്യൂട്ട് മാക്സിമത്തിന്റെ കണ്ടീഷൻ. ലാസ്റ്റ് ലോഡ് സെക്ഷനിൽ വന്നാൽ മാക്സിമം പോസിറ്റീവ് കിട്ടും. ഫസ്റ്റ് ലോഡ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം നെഗറ്റീവ് കിട്ടും. ദെൻ ലോഡിന്റെ സെൻട്രോയിഡും ബീമിന്റെ സെൻട്രോയിഡും ഒരൊറ്റ പോയിന്റിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് 4 കേസ്. ഈ കേസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. നമുക്ക് ഈ പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എഡീസ് തിയറം, അതായത് ആർച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞു എഡീസ് തിയറം എന്താണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും അത് കാണാം. അതിന്റെ കൂടെ ചോദിച്ചിരിക്കുന്ന 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ILD ഫോർ ബെൻഡിങ് മൊമെന്റ് ആൻഡ് BMD. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും ILD ഫോർ ബെൻഡിങ് മൊമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിക്സഡ് പൊസിഷൻ ഓഫ് ലോഡിന് നമ്മൾ വരയ്ക്കുന്നതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ILD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ആയിട്ടുള്ള ലോഡ്സിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ ചോദിച്ചിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആർച്ചസ് ദാറ്റ് ഡിഫറെന്റ് ലെവലാണ്. നമുക്ക് യൂഷ്വലി സെയിം ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണെന്നാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ മാർക്സ്. ദെൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു 4 കോൺസെൻട്രേറ്റഡ് ലോഡ്സ്, ഒരു ട്രെയിൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് ദ ബീം ഇസ് ഹാവിംഗ് സെക്ഷൻ ഓഫ് 20 മീറ്റർ ആണ്. 8 മീറ്റർ മാറിയിട്ട് ഒരു സെക്ഷനിലുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ട്രെയിൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ്സ്, ഓരോ ലോഡ്സ് ആയിട്ട് പാസ് ചെയ്തിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 4 ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നമുക്കറിയാം ആർച്ചിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. 3 മാർക്കിലും ഉണ്ടാവും, 9 മാർക്സിലും ഉണ്ടാവും. അതുപോലെ തന്നെ ILD ഒരു ക്വസ്റ്റ്യൻ 2 പാർട്ടിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്കായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്, അത് റെഫർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. താങ്ക് യു.